Hello guys, welcome back to my channel. It's Nash. So ഇന്ന് നമ്മൾ അനുപമയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നാളെ കോളേജിൽ ഓണപരിപാടി ഉണ്ട്. അപ്പോൾ അനുപമയുടെ വീട്ടിലാണ് നമ്മൾ ഫുൾ പ്രിപ്പറേഷൻസ് നടക്കുന്നത്. ഇവിടെ മെഹന്തിയൊക്കെ ഇടുന്നു, പിന്നെ ഒരാൾ തന്നെ ഇവിടെ മെഹന്തി ഇട്ടിട്ടിരിക്കുന്നു, കിടക്കുന്നു. ഇത് ആണ്, ഇങ്ങ് വാ. ഇതാണ് അനുപമയുടെ സിസ്റ്റർ. സി ഹായ്. ഹായ്. കുട്ടി നമ്മുടെ കൂടെ ഇവിടെ മെഹന്തി ഇട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതെന്തായിരുന്നു? പിന്നെ നമ്മളിന്ന് കോളേജിൽ പൂക്കളമൊക്കെ വരയ്ക്കാനുള്ളത് ഇന്ന് വരച്ചിട്ട് വന്ന്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും 6:30 ആയി. അപ്പോൾ വന്ന വഴിയിൽ നടന്ന സംഭവങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവളിവിടെ വളവളാന്ന് സംസാരിക്കുന്നത് പ്ലീസ് മൈൻഡ് ചെയ്യരുത്. പിന്നെ ഞങ്ങൾ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നിർത്തിയായിരുന്നു വണ്ടി. പക്ഷേ അവിടുത്തെ ചെറുതായിട്ട് ഷോർട്സ് എടുത്ത് പൂക്കളൊക്കെ കാണിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മെഹന്തിയിൽ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് അനഘ, അത് അനുപമ, ഇതും ഒരു അനഘയാണ്. പിന്നെ ഇതെല്ലാം ഞങ്ങളുടെ സെയിം ക്ലിനിക്കൽ ബാച്ച് പോസ്റ്റിംഗ് ഉള്ള പിള്ളേരാണ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അതെന്തെടുക്കും അവിടെ. അപ്പോൾ നമ്മൾ നാളെ രാവിലെ പൂക്കളം ഒക്കെ, പൂക്കളം തന്നെയല്ലേ പറയുന്നത്, ആ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ പോകണം. അപ്പോൾ 7 മണിക്ക് ഞങ്ങളോട് അവർ എത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 5 പേരുണ്ട്. ഒരുങ്ങി വരുമ്പം 7 മണിയോ 10 മണിയോ എത്ര ആവുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ രാവിലെ എണ്ണിച്ച് ഒരുങ്ങുന്നതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും ഒരു ഉറപ്പുമില്ല. എന്തായാലും ഫൈനൽ ലുക്ക് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ ഇവിടെ നല്ല ബഹളമുണ്ട്. എന്തെങ്കിലും എൻ്റെ മൈക്കുണ്ട്, എൻ്റെ സൗണ്ട് കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ, കിച്ചയുടെ സൗണ്ടൊക്കെ കാണും. കിച്ചയ്ക്ക് ഭയങ്കര നാണം, ഇവിടെ നല്ല കുളമായിട്ടിരിക്കുവാണ്, മുടിയും ഒരുങ്ങിയൊന്നും ശരിയായതില്ല. അപ്പം നാളെ നമ്മളെ ഫൈനൽ ലുക്ക് കാണിക്കുന്നതായിരിക്കും. ലുക്കൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ലേറ്റായി. സോ കാറിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതേ ഉള്ളൂ. 8:30 ആയി ഞങ്ങൾ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക്. എന്നിട്ട് എല്ലാവരും കൂടെ പൂക്കളമൊക്കെ ഇട്ടു. എന്നിട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. ഇത് ഞങ്ങളുടെ OMFSലെ സാറാണ്. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്നു. പുറത്ത് ഞങ്ങളുടെ ബാച്ചിലെ ഗേൾസിൻ്റെ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു തിരുവാതിര കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രൊഫസേഴ്സ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഇരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാനും അതും ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കാണാൻ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിൻസിപ്പൽ മാം വരാൻ പോകുന്ന കോൺവൊക്കേഷൻ്റെ പേരൊക്കെ ഇവിടെ അനൗൺസ് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫസ്റ്റ് തിരുവാതിര വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്.
രാവിലെ പെട്ടെന്ന് വന്നുകൊണ്ട് ഈ ഭംഗിയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി മൊത്തത്തിൽ ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞ് നമ്മുടെ പൂക്കളത്തിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തു. ഫസ്റ്റ് പ്രൈസ് കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്രൈസ് കിട്ടിയ നമ്മുടെ OMFS ഡിപ്പാർട്ട്മെൻറ്റിനായിരുന്നു. എല്ലാവരും ഒക്കെ ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പ്രിൻസിപ്പൽ മാമിൻ്റെ കൂടെ. പിന്നെ തേർഡ് പ്രൈസ് കിട്ടിയത് 3 ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗേൾസ് പാർട്ടി എല്ലാവരും കൂടെ ഒരു ആറ്റിറ്റ്യൂഡ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പുറത്ത് വെച്ച്. അത് കഴിഞ്ഞ് കസേര കളിയായിരുന്നു. ഇത് കാണുന്ന എല്ലാം നമ്മുടെ പ്രൊഫസേഴ്സാണ്. എല്ലാവരും ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡിൽ കളിച്ചു, നല്ല ഭംഗിയായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് മെസ്സിലോട്ട് പോയി. ഇന്ന് സദ്യ ആണല്ലോ, അപ്പം നല്ല തിരക്കായിരുന്നു അവിടെ. ഗൈസ്, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ബോയ്സാണ് ഇത്രയും പേര്. 1 2 3 4 5 6 പേരാണ്. സോ സേ ഹായ്. ഇത് അഭിനന്ദ്, അജിത്ത്, സിദ്ധാർത്ഥ്, പ്രണവ്, ആഷി. എന്തെങ്കിലും പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിയെ പറ്റിയൊക്കെ പറയാനുണ്ടോ? ഒരാൾ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡിന് വേണ്ടി കാത്തു നിന്ന് കണ്ണ് കാണാതായപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇടിയും തള്ളുമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ അവസാനം കയറി. നല്ല സദ്യയായിരുന്നു. പിന്നെ 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കടല പായസമൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ ഉമ്മച്ചിക്കുട്ടി ഗ്യാങ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അഫ്രയ്ക്ക് മാത്രമുള്ള ധൈര്യം. അഫ്രയ്ക്ക് ഇപ്പം ഒരു ഇതായി, ഒരു വട്ടം വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ബോയ്സ് 2 പേര്. ഹായ് ഗൈസ്. ഷൈന, ഫാത്തിമ, അഫ്ര, ടാക്സി. ഇതന്നെ നമ്മുടെ ക്ലാസ് റെപ്പ്. ഇതും ഞങ്ങളുടെ ക്ലാസ് റെപ്പാണ് 2 പേരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഓണത്തിനെ പറ്റി പറയാം. എന്താണ് അഭിപ്രായം? സദ്യ എന്തുവാ പിന്നെ നിങ്ങൾക്ക് ഇന്നത് രാവിലത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അക്ഷയ ഇതൊക്കെയാണ് എന്താണ് ഇന്നത്തെ പറ്റി പറയാനുള്ളത്? രാവിലെ ഇല്ലാത്തോണ്ട് ചെറുതല്ല, നല്ല വലുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ക്ഷമിക്കുന്നതാണ്. എൻ്റെ തിരുവാതിരയൊക്കെ ഇടുന്നത് തിരുവാതിര വ്ളോഗല്ല, തിരുവാതിരക്കകത്ത് കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ടച്ചപ്പൊക്കെ ചെയ്ത് താഴോട്ട് പോയി. അക്കാഡമിയുടെ അവിടെ ആയിരുന്നു ബാക്കി പരിപാടികൾ. പറ. ഹായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെൽ ഐക്കൺ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ചെണ്ടമേളക്കാരുടെ കൂടെ ഗ്രൗണ്ടിലോട്ട് പോയി. So here is the Tagrati പരിപാടികൾ begins.
ചെണ്ടമേളത്തിൻ്റെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും ആർപ്പും ഒക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സീനിയേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ചെണ്ടമേളവും പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് മിങ്കിൾ ആയിരുന്നു കളി. അതിൽ തന്നെ നമ്മുടെ ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാ പെൺപിള്ളേരുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിൽ മാത്രമല്ല, എല്ലാം ബാച്ചിൽ ഗേൾസ് നന്നായിട്ട് കളിച്ചു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളുടെ ബാച്ചിൽ കുറേ ഗേൾസ് ഔട്ടായി. ആർക്കും അങ്ങനെ പേരൊന്നും കിട്ടിയില്ല. കോമഡി ആയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ചേട്ടന്മാരാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് പില്ലോ ഫൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അനന്തകുമാർ ചേട്ടൻ ഫുൾ ഫോമിലായതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർക്കും അത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ആകെ ഈ ജൂനിയറാണ് കുറച്ച് നേരമെങ്കിലും പിടിച്ചു നിന്നത്. പക്ഷേ അവനും തോറ്റു. ഇത് കഴിഞ്ഞ് പിന്നെ ഉറിയടിയായിരുന്നു. ഉറിയടിയല്ല, ഒരു വെറൈറ്റിക്ക് ഉറി പിടിക്കണം എന്നുള്ളതായിരുന്നു കളി. അങ്ങനെ എല്ലാം സ്പോർട്സും കഴിഞ്ഞു, ഡാൻസും മേളവും പാട്ടും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും തളർന്ന് തിരിച്ച് ഹോസ്റ്റൽസിലും വീട്ടിലുമൊക്കെ പോകുന്ന ഒരു സീനെത്തി. എന്തായാലും ഓണപ്പരിപാടി കൊള്ളായിരുന്നു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഓക്കെ ഗൈസ്, സോ ഇത്രയുള്ളായിരുന്നു എൻ്റെ കോളേജ് ഓണം സെലിബ്രേഷൻ വ്ളോഗ്. And actually I want to mention it that it's my first ever Onam celebration. ഞാൻ അടുത്ത മാസം 22 വയസ്സാവാറായി, ബട്ട് ഇറ്റ്സ് മൈ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ. ഓക്കെ, അതെന്ന് വെച്ചാൽ ബിക്കോസ് എനിക്ക് സ്കൂൾ ടൈമിൽ ഞാൻ നോർത്തിലായിരുന്നുകൊണ്ട് അവിടെ അങ്ങനെ തിരുവോണത്തിൻ്റെ ദിവസം പോലും എൻ്റെ ഒരു മെമ്മറി എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ചൊരുങ്ങി പുതിയ ഉടുപ്പിട്ട് സദ്യ ഉണ്ണും. എന്നിട്ട് വൈകിട്ടാവുമ്പോഴത്തേക്കും ഞാനും അമ്മയും വിളക്കൊക്കെ കത്തിച്ച് അവിടെ ചെറിയൊരു പൂക്കളമൊക്കെ ഇട്ട് ദിയയൊക്കെ കത്തിച്ച് വെച്ച് അത്രയ്ക്കൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഡൽഹിയിലെ ഓണം. അങ്ങനെ
പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. നാട്ടിൽ വന്ന് പിന്നെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഓണം ഡേയ്സിനും ഓരോ ഫാമിലീസ് ലൈക്ക് ഇപ്പം ഒരു ദിവസം അപ്പച്ചിയുടെ വീട്ടിൽ, ഒരു ദിവസം വലിയച്ഛൻ്റെ വീട്ടിൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഓണം സെലിബ്രേഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടുമായിരുന്നു. പക്ഷേ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ. ലൈക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ, ബട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ആ സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. പിന്നെ ഞാൻ കിടപ്പായിരുന്നു. കഴിഞ്ഞ തിരുവോണത്തിന് ഞാൻ കിടപ്പായിരുന്നു. എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഇയർ സമയത്ത് ഞങ്ങളുടെ കോളേജിൽ ഡോക്ടർ വന്ദന മരിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ സെലിബ്രേഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം തേർഡ് ഇയർ ആണ് എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയത്, ഒരു ഓണം സെലിബ്രേഷൻ പങ്കെടുക്കാനായിട്ട്. ഓക്കെ, സോ I hope you all liked my video, and don't forget to like, share and subscribe to my channel, and ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വ്ളോഗ്സൊക്കെ കിട്ടിയേക്കോളും. ആൻഡ് അപ്പോൾ അത്രയുള്ളായിരുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ.